ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ചോക്ക് ഡ്രീംസിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ കേടെറ്റ് കാറ്റഗറി 1 പരീക്ഷ വരികയാണല്ലോ. സിലബസൊക്കെ കണ്ട് ആകെ കൺഫ്യൂഷനിലാണോ നിങ്ങൾ? LP സ്കൂൾ ടീച്ചർ എന്ന നിങ്ങളുടെ ആ വലിയ സ്വപ്നത്തിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പാണ് ഈ പരീക്ഷ. അപ്പോൾ ഇതിനെന്തു പഠിക്കണം, എങ്ങനെയൊക്കെ പഠിക്കണം എന്ന് കൃത്യമായി അറിഞ്ഞിരിക്കണ്ടേ? ഒട്ടും സമയം കളയണ്ട. കാറ്റഗറി 1ന്റെ സിലബസ് നമുക്ക് വളരെ വിശദമായി ഇന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. 1. ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് പെഡഗോഗി. 30 മാർക്ക്. ആകെ 30 ചോദ്യങ്ങളുള്ള ഈ വിഭാഗത്തെ പ്രധാനമായും 3 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ആദ്യ ഭാഗം ശിശുവികാസവും പഠനവും, 15 ചോദ്യങ്ങൾ. ഇതിൽ പ്രധാനമായും കുട്ടികളുടെ പെരുമാറ്റം പഠിക്കുന്ന രീതികളായ ഒബ്സർവേഷൻ, കേസ് സ്റ്റഡി, ഇന്റർവ്യൂ, സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ എന്നിവ ഉൾപ്പെടുന്നു. കൂടാതെ വികാസത്തിന്റെ തത്വങ്ങൾ, പാരമ്പര്യവും പരിസ്ഥിതിയും ചെലുത്തുന്ന സ്വാധീനം എന്നിവയും പഠിക്കണം. പ്രധാനപ്പെട്ട പഠന സിദ്ധാന്തങ്ങളായ പാവ്ലോവ്, സ്കിന്നർ എന്നിവരുടെ കണ്ടീഷനിംഗ്, ഗെസ്റ്റാൾട്ടിന്റെ ഇൻസൈറ്റ് ലേണിംഗ്, പിയാഷെ, ബ്രൂണർ, വൈഗോട്സ്കി എന്നിവരുടെ കൊഗ്നിറ്റീവ് ലേണിംഗ് എന്നിവ ഇതിൽ പ്രധാനമാണ്. അതോടൊപ്പം ലേണർ റെഡിനെസ്, മാച്ചുറേഷൻ, പിയാഷെ, കോൾബർഗ്, വൈഗോട്സ്കി എന്നിവരുടെ കാഴ്ചപ്പാടുകൾ എന്നിവയും ശ്രദ്ധിക്കണം. ശിശുകേന്ദ്രീകൃതവും പ്രോഗ്രസീവുമായ വിദ്യാഭ്യാസം, അതായത് ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗും പ്രോബ്ലം ബേസ്ഡ് ലേണിംഗും ഇതിൽ വരുന്നുണ്ട്. ബുദ്ധിശക്തിയെക്കുറിച്ച് പഠിക്കുമ്പോൾ സ്പിയർമാൻ, ഗിൽഫോർഡ്, തേഴ്സ്റ്റൺ, ഗാർഡ്നർ എന്നിവരുടെ സിദ്ധാന്തങ്ങൾ പഠിക്കണം. ഭാഷയും ചിന്തയും എന്ന ഭാഗത്ത് പിയാഷെ, ചോംസ്കി, വൈഗോട്സ്കി എന്നിവരെയും ലിംഗഭേദം ഒരു സോഷ്യൽ കൺസ്ട്രക്ട് എന്ന നിലയിലുള്ള കാഴ്ചപ്പാടുകളും സിലബസിലുണ്ട്. വ്യക്തിഗത വ്യത്യാസങ്ങൾ, മൂല്യനിർണയ രീതികളായ CCE, ഗ്രേഡിംഗ്, അസസ്മെന്റ് ഫോർ ആൻഡ് ഓഫ് ലേണിംഗ് എന്നിവയും വ്യക്തിത്വത്തെക്കുറിച്ചുള്ള സൈക്കോ അനലിറ്റിക് ട്രെയ്റ്റ് അപ്രോച്ചുകളും ഇതിൽ ഉൾപ്പെടുന്നു. രണ്ടാം ഭാഗം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ, 5 മാർക്ക്. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ, ലേണിംഗ് ഡിസബിലിറ്റി, ടാലന്റഡ് ആൻഡ് ക്രിയേറ്റീവായ കുട്ടികളെ എങ്ങനെ അഭിസംബോധന ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഇതിൽ ചോദിക്കുന്നത്. മൂന്നാം ഭാഗം ലേണിംഗ് ആൻഡ് പെഡഗോഗി, 10 മാർക്ക്. കുട്ടികൾ എങ്ങനെ ചിന്തിക്കുന്നു, പഠിക്കുന്നു എന്നതും പഠനത്തിലെ തോൽവിയുടെ കാരണങ്ങളും ഇതിൽ വരുന്നു. പഠനം ഒരു സോഷ്യൽ പ്രോസസ് എന്ന നിലയിലും കുട്ടിയൊരു പ്രോബ്ലം സോൾവറും സയന്റിഫിക് ഇൻവെസ്റ്റിഗേറ്ററുമാണെന്ന കാഴ്ചപ്പാടും പ്രധാനമാണ്. ഒപ്പം തെറ്റുകളെ പഠനപ്രക്രിയയുടെ ഭാഗമായി കാണുന്ന രീതിയും കൊഗ്നിഷൻ ആൻഡ് ഇമോഷൻസ്, മാസ്ലോയുടെ മോട്ടിവേഷൻ തിയറിയും ഇതിൽ പഠിക്കാനുണ്ട്. 2. ലാംഗ്വേജ് 1 മലയാളം, 30 മാർക്ക്. മലയാളത്തിൽ പ്രധാനമായും 4 ഭാഗങ്ങളാണുള്ളത്. 1. ഗദ്യം, 5 മാർക്ക്. ഒരു ഖണ്ഡിക നൽകി അതിൽ നിന്ന് ആശയങ്ങൾ കണ്ടെത്താനും വിശകലനം ചെയ്യാനും ആവശ്യപ്പെടും. 2. പദ്യം, 5 മാർക്ക്. കവിതയിലെ കേന്ദ്ര ആശയം, കാവ്യബിംബങ്ങൾ, വ്യാഖ്യാനം എന്നിവ ശ്രദ്ധിക്കണം. 3. പെഡഗോഗി, 10 മാർക്ക്. ഭാഷാപഠന സിദ്ധാന്തങ്ങൾ, പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ ഭാഷാപഠനം, പാഠ്യപദ്ധതി വിനിമയ രീതികൾ എന്നിവയാണ് ഇവിടെ വരുന്നത്. 4. ഭാഷ, സാഹിത്യം, സംസ്കാരം, 10 മാർക്ക്. ശൈലികൾ, പ്രായോഗിക വ്യാകരണം, പഴഞ്ചൊല്ലുകൾ, സാഹിത്യരൂപങ്ങൾ, താളബോധം എന്നിവയാണ് ഇതിലുൾപ്പെടുന്നത്. 3. ലാംഗ്വേജ് 2 ഇംഗ്ലീഷ്, 30 മാർക്ക്. ഇംഗ്ലീഷിനെ 15 മാർക്ക് വീതമുള്ള 2 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. ഭാഗം 1 ലാംഗ്വേജ് കോംപ്രിഹെൻഷൻ, 15 മാർക്ക്. അപരിചിതമായ പാസേജുകളുടെ വിശകലനമാണ് ഇതിൽ പ്രധാനം. ഒപ്പം ഗ്രാമർ വിഭാഗത്തിൽ ആർട്ടിക്കിൾസ്, കോൺകോർഡ്, ഇന്ററോഗേറ്റീവ്സ്, ക്വസ്റ്റ്യൻ ടാഗ്സ്, ടെൻസ്, ഫ്രേസൽ വെർബ്സ്, പ്രൊനൗൺസ്, ഓക്സിലറീസ്, പ്രിപ്പോസിഷൻസ്, ഡിറ്റർമിനേഴ്സ്, ജെറൻസ്, ലിംഗേഴ്സ് എന്നിവ പഠിക്കണം. വെർബൽ എബിലിറ്റി വിഭാഗത്തിൽ ആന്റണിംസ്, സിനോണിംസ്, ഇഡിയംസ് എന്നിവയും ശ്രദ്ധിക്കുക. ഭാഗം 2 പെഡഗോഗി, 15 മാർക്ക്. ഭാഷാ സമ്പാദനം അഥവാ അക്വിസിഷൻ വേഴ്സസ് ലേണിംഗ്, കൺസ്ട്രക്റ്റിവിസം, ക്രിട്ടിക്കൽ പെഡഗോഗി എന്നിവയാണ് പ്രധാന ഭാഗങ്ങൾ. കൂടാതെ ഭാഷയും ചിന്തയും എന്ന ടോപ്പിക്കിൽ ചോംസ്കി, പിയാഷെ, വൈഗോട്സ്കി എന്നിവരുടെ സിദ്ധാന്തങ്ങളും കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ICT എയ്ഡ്സ്, മൾട്ടിപ്പിൾ ഇന്റലിജൻസ്, CCE എന്നിവയും ഇതിൽ ഉൾപ്പെടുന്നു. 4. എൻവയൺമെന്റൽ സയൻസ്, 30 മാർക്ക്. പരിസര പഠനത്തെ 2 ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. കണ്ടന്റ് ഭാഗം 20 മാർക്ക്. കുടുംബം, വെള്ളം, കൃഷി, വാഹനങ്ങൾ, മണ്ണ്, ഭൂമി,
പാർപ്പിടങ്ങൾ, രോഗങ്ങൾ, ഭക്ഷണം, ജോലികൾ, പൊതുസ്ഥാപനങ്ങൾ, ഊർജം, മൃഗലോകം, സസ്യങ്ങൾ, പ്രഥമ ശുശ്രൂഷ, സൗരയുധം, വായു, വെളിച്ചം എന്നിവയാണ് പ്രധാന ടോപ്പിക്കുകൾ. പെഡഗോഗി ഭാഗം 10 മാർക്ക്. ശാസ്ത്രത്തിന്റെ സ്വഭാവം, ലക്ഷ്യങ്ങൾ, ശാസ്ത്ര ക്ലബ്ബുകൾ, ശാസ്ത്രീയ അന്വേഷണ രീതികൾ, ഇന്റഗ്രേറ്റഡ് അപ്രോച്ച്, ഗ്രേഡിംഗ്, പ്രോജക്റ്റുകൾ, സെമിനാറുകൾ, ആക്ഷൻ റിസർച്ച്, ടീച്ചിംഗ് മാനുവൽ എന്നിവ ഇതിൽ വരുന്നു. 5. മാത്തമാറ്റിക്സ് 30 മാർക്ക്. 1 മുതൽ 5 വരെയുള്ള ക്ലാസുകളിലെ ടോപ്പിക്കുകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ വിഭാഗം. കണ്ടന്റ് ഭാഗം 20 മാർക്ക്. നമ്പേഴ്സ്, സ്ഥാനവില, 4 അടിസ്ഥാന ക്രിയകൾ, ഘടകങ്ങൾ, ഗുണിതങ്ങൾ, പ്രൈം നമ്പേഴ്സ്, ഫ്രാക്ഷൻസ് അഥവാ ഭിന്നസംഖ്യകൾ, ഡെസിമൽസ് അഥവാ ദശാംശങ്ങൾ, ജ്യോമട്രി അഥവാ ചുറ്റളവ്, വിസ്തീർണം, പാറ്റേണുകൾ, മെഷർമെന്റ്സ് അഥവാ നീളം, ഭാരം, സമയം, പണം എന്നിവയിൽ നിന്നായിരിക്കും ചോദ്യങ്ങൾ. പെഡഗോഗി ഭാഗം 10 മാർക്ക്. ഗണിതത്തിന്റെ സ്വഭാവം, ലക്ഷ്യങ്ങൾ, ഗണിതശാസ്ത്രജ്ഞർ, ഇൻഡക്റ്റീവ് ഡിഡക്റ്റീവ് രീതികൾ, ലേണിംഗ് മെറ്റീരിയൽസ്, മാത്തമാറ്റിക്സ് ലാബ്, CCE, എറർ അനാലിസിസ് എന്നിവയാണ് ഇതിലെ ഉള്ളടക്കം. അപ്പോൾ സുഹൃത്തുക്കളെ, കേറ്ററ്റ് കാറ്റഗറി 1ന്റെ സിലബസിനെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾക്കൊരു വ്യക്തമായ ധാരണ ലഭിച്ചു കാണുമല്ലോ. ഇത് കേവലം ഒരു പരീക്ഷയല്ല, നിങ്ങളുടെ അധ്യാപക സ്വപ്നത്തിലേക്കുള്ള വാതിലാണ്. ഈ സിലബസിലെ ഓരോ ടോപ്പിക്കും ലളിതമായ രീതിയിൽ വിവരിക്കുന്ന ക്ലാസുകളുമായി ചോക്ക് ഡ്രീംസ് ഉടൻ നിങ്ങളുടെ മുന്നിലെത്തും. ആ ക്ലാസുകൾ മിസ് ചെയ്യാതിരിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. നിങ്ങളുടെ പഠനയാത്രയിൽ ചോക്ക് ഡ്രീംസ് എന്നും കൂടെയുണ്ടാകും. നന്ദി.